Good morning, my dear students. Today we will start a new chapter, that is swaps, module 5 swap. And swap is a very short chapter, and among the types of derivatives, swap is the last one. So we studied about the forward contract, future contract, options. So in every contract, we are trading some specific assets and they are exchanged for a specific cash payment, right? But in the case of swap, it is not like that. It is slightly different. Like cash flows is exchanged for cash flow. Got the point? Cash flow, അതായത് നമ്മൾ ക്യാഷ് ഫ്ലോ ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് റാദർ ദാൻ ദ quantity or price variation of the assets. We here in the swap we exchange the cash flow for another cash flow. For example, if you think that a company may be paying fixed rate of interest on their loan. A company had some loan, so they are paying fixed rate of interest every month. But in their situations, they prefer floating rate rather than a fixed rate of interest. So in the market, another company may be paying a floating rate, but they prefer fixed rate. സോ ഒരേ കമ്പനിക്ക് ഒരുപോലെയുള്ള രണ്ട് കമ്പനീസിന് ലോൺ ഉണ്ട്. ഒരു കമ്പനി ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനിൽ അവർക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മതിയായിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെ വേറൊരു കമ്പനി ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് പേ ചെയ്യുന്നത് അവരുടെ ലോണിന്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് ദേ പ്രിഫർ ഫിക്സഡ് റേറ്റ്. സോ ബോത്ത് കമ്പനീസ് ഇവർക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് മാർക്കറ്റിലെ സ്വാപ്പ് എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാം. ആൻഡ് സ്വാപ്പ് അലൗസ് എ ബോറോവർ ടു എക്സ്ചേഞ്ച് ഹിസ് ലയബിലിറ്റി വിത്ത് അനദർ ടൈപ്പ് ഓഫ് ലയബിലിറ്റി. ക്ലിയർ? സോ ദാറ്റ് ഈസ് സ്വാപ്പ്. Swap means an agreement between two counterparties to exchange a cash flow. And swap means exchange. It refers to exchange a thing in return for another. It is an agreement between two parties to exchange a series of cash flow over a period in the future. So meaning of swap എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ എഗ്രിമെൻ്റ് ആണ്. രണ്ട് കൗണ്ടർ പാർട്ടീസ് തമ്മിലുള്ള അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോസ് ആണ്. ക്ലിയർ? സോ ദ ബേസിക് ഐഡിയ സ്വാപ്പിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീസ്, ദ കൗണ്ടർ പാർട്ടീസ് ഇൻവോൾവ് ഗെറ്റ് ആക്സസ് ടു ദ മാർക്കറ്റ് അറ്റ് ബെറ്റർ ടേംസ്. The gain achieved by the parties are divided among them depending on their relative competitive advantage. ഡേവിഡ് റിക്കാർഡോയുടെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ള തിയറിയുടെ ബേസിസിലാണ്, അല്ലെങ്കിൽ അതാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് പെർമിറ്റ്സ് എ ബോറോവർ ടു അസസ് വൺ മാർക്കറ്റ് ആൻഡ് ദെൻ എക്സ്ചേഞ്ച് ദ ലയബിലിറ്റി ഫോർ അനദർ ടൈപ്പ് ഓഫ് ലയബിലിറ്റി. സോ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രേ പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് between two parties in order to trade future cash flows. Clear? So cash settlement അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് ആണ് സ്വാപ്പ് നമുക്ക് പറയാം. ആൻഡ് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ദ ഫണ്ടമെന്റൽ പർപ്പസ് ഈസ് ടു എക്സ്ചേഞ്ച് ദ ക്യാരക്ടർ ഓഫ് ആൻ അസറ്റ് ഓർ ലയബിലിറ്റി വിത്തൗട്ട് ലിക്വിഡേറ്റിംഗ് ദ ലയബിലിറ്റി. Then terms like dates when the cash flows are to be paid, the currency to which paid, and mode of payment are determined and finalized by the parties. And calculations of cash flow involves future values of one or more market variables. ഇനി നമുക്ക് നോക്കാവുന്നത് ഫീച്ചേഴ്സ് ഓഫ് സ്വാപ്പ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്വാപ്പ്? സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് ബൈ ടു കൗണ്ടർ പാർട്ടീസ്. അതായത് ഒരേ ആവശ്യങ്ങളുള്ള ഫോർവേഡ് കോൺട്രാക്റ്റ് ഉള്ള രണ്ട് കൗണ്ടർ പാർട്ടീസ് തമ്മിലെ കോമ്പിനേഷനെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് സ്വാപ്പ് എന്ന് വിളിക്കാം. ആൻഡ് ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ സ്വാപ്പ്, ഫസ്റ്റ് വൺ, സ്വാപ്പ് ഈസ് നത്തിങ് ബട്ട് എ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ്. So it has all the properties of forward contract. Combinations of forward ആയതുകൊണ്ട് തന്നെ അവരുടെ സ്വാപ്പിനെ നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ പ്രത്യേകതകളും അതിനുണ്ടെന്ന് പറയാം. And swap requires that two parties with equal and opposite needs must come into
contact with each other. Swap requires that two parties with equal and opposite needs must come into contact with each other. Then swap deals are customized, tailor-made and over-the-counter derivative. സ്വാപ്പ് ഡീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഫോർവേഡിൻ്റെ എല്ലാ പെക്യുലാരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്വാപ്പിന് നമുക്ക് എന്ത് വിളിക്കാം? കസ്റ്റമൈസ്ഡ് ആണ്, ടൈലർ മെയ്ഡ് ആണ്, ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്. സോ ഇതൊക്കെ ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ പെക്യുലാരിറ്റീസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എ ലോങ് ഡേറ്റഡ് ഫോർവേഡ് കോൺട്രാക്ട്. നമുക്ക് സ്വാപ്പിനെ ലോങ് ഡേറ്റഡ് ഫോർവേഡ് കോൺട്രാക്ടിന് വിളിക്കാം. ആൻഡ് ഇറ്റ് ഈസ് സ്വാപ്പ് ഫെസിലിറ്റേറ്റർ ആണ് ഇന്റർമീഡിയറി ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. സോ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പറഞ്ഞത്? First of all, it is a combination of forwards. So it has all the properties of forward contract പറഞ്ഞു. And swap requires two parties. രണ്ട് പാർട്ടീസ് ഉണ്ടാവും. അവർക്ക് രണ്ട് പാർട്ടീസിനും ഒരേ രീതിയിലുള്ള ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് നീഡ്സ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് മസ്റ്റ് കം ഇൻ ടു ദ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ദെൻ സ്വാപ്പ് ഡീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമൈസ്ഡ് ആയിരിക്കും, ടൈലർ മെയ്ഡ് ആയിരിക്കും, ഓവർ ദ കൗണ്ടർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ലോങ് ഡേറ്റഡ് ഫോർവേഡ് കോൺട്രാക്ട്. ദെൻ സ്വാപ്പ് ഫെസിലിറ്റേറ്റർ ആസ് ഇന്റർമീഡിയറി. ടേംസ് യൂസ്ഡ് ഇൻ സ്വാപ്പ് കോൺട്രാക്ട്. ഏതെല്ലാം ടേംസുകളാണ് സ്വാപ്പിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. Then how swap works? It's transform a liability അല്ലെങ്കിൽ transform an assets ആണ്, and reduce cost ആണ്, because with inconsistent pricing across different international credit market segments. It serves the same purpose as long dated forward contract and it does not require participating parties. An intermediary facilitates swap between parties for a fee. Then terms used in swap contract എന്തൊക്കെയാണ്? പാർട്ടീസ്. ജനറലി ദർ ആർ ടു പാർട്ടീസ് ഇൻ സ്വാപ്പ് ഡീൽ. ഇൻ്റർമീഡിയറീസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് വിചാരിക്കും. സോ ഫസ്റ്റ് പാർട്ടി ഒരു ഫിക്സഡ് റേറ്റ് പെയർ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് റേറ്റ് റിസീവർ ആയിരിക്കും. സോ ഫിക്സഡ് റേറ്റ് പെയർ ആണ് ഇവിടെ റിസീവർ ആയിട്ടും ഫ്ലോട്ടിംഗ് റേറ്റ് റിസീവർ ആണ് ഇവിടെ പെയർ ആയിട്ടും മാറുക. ദ പാർട്ടീസ് ടു ദ സ്വാപ്പ് കോൺട്രാക്ട് ആർ നോൺ ആസ് കൗണ്ടർ പാർട്ടീസ്. അപ്പോൾ ടേംസ് അത് നമ്മൾ പാർട്ടീസ്, കൗണ്ടർ പാർട്ടീസ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? സ്വാപ്പ് ഡീലിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ കൗണ്ടർ പാർട്ടീസ് എന്ന് പറയുന്നത്. അവർ ഇന്റർമീഡിയറീസ് ഒന്നുമില്ല, ഇവർ ഡയറക്റ്റ് ആയിട്ടാണ് ഇവർക്ക് ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ആവശ്യമുള്ള, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആവശ്യമുള്ള കമ്പനിയും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആവശ്യമുള്ള കമ്പനിയും ഉണ്ടാവും. സോ ഇവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് റേറ്റ് പെയർ ആവുന്നതും ഫ്ലോട്ടിംഗ് റേറ്റ് റിസീവർ ആവുന്നതും. സോ ഇവരെ പറയുന്ന പേരാണ് എന്ത്? കൗണ്ടർ പാർട്ടീസ് എന്നുള്ളത്. ദെൻ ഇവിടെ സ്വാപ്പ് ഫെസിലിറ്റേറ്റർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മീഡിയേറ്ററിനെയാണ് നമ്മൾ സ്വാപ്പ് ഫെസിലിറ്റേറ്റർ എന്ന് വിളിക്കുന്നത്. അയാളാണ് കംപ്ലീഷൻ ഓഫ് സ്വാപ്പ് അറേഞ്ച്മെന്റ് നടത്തുന്നത്. മിക്കവാറും ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസോ അല്ലെങ്കിൽ സ്വാപ്പ് ബ്രോക്കേഴ്സോ സ്വാപ്പ് ഡീലേഴ്സോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കും. ദെൻ സ്വാപ്പ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സ്വാപ്പ് ബ്രോക്കർ ഈസ് ആൻ ഇന്റർമീഡിയറി, ഒരു എക്കണോമിക് ഏജന്റ് ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ കൗണ്ടർ പാർട്ടീസിനെ സ്വാപ്പ് ഡീലിന് സഹായിക്കുന്ന ആളാണത്. ദെൻ സ്വാപ്പ് ഡീലർ ആരാണ്? സ്വാപ്പ് ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പ് ഡീലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെ നമുക്ക് സ്വാപ്പ് ഡീലർ എന്ന് വിളിക്കാം. ആൻഡ് ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് മേക്കറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വാപ്പ് ഡീലർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സ്വാപ്പ് ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഡീൽസ് ദ സ്വാപ്പ് and he actively involved in financial intermediary earning profit and he is also known as market maker. The notional principle എന്താണ്? നോഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്റ്റിലെ അണ്ടർലൈങ് എമൗണ്ടിനെയാണ് നമ്മൾ നോഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ട് ഓഫ് മണീനെയാണ് നമ്മൾ കൗണ്ടർ പാർട്ടീസ് ഡീൽ ചെയ്യുന്ന ആ ഒരു അണ്ടർലൈങ് എമൗണ്ട് ആണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നോഷണൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ നോഷണൽ പ്രൈസിൻ്റെ അല്ലെങ്കിൽ നോഷണൽ എമൗണ്ടിൻ്റെ മേലായിരിക്കും. ദെൻ ഒരു ട്രേഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്വാപ്പിൽ? ഒരു ട്രേഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പാർട്ടീസ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ട്രേഡ് ഡേറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെച്യൂരിറ്റി ഓഫ് സ്വാപ്പ് കോൺട്രാക്റ്റ് ഈ ഡേറ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് എഫക്റ്റീവ് ഡേറ്റിനെ നമ്മൾ വാല്യൂ ഡേറ്റ് എന്ന് വിളിക്കും. ഇനി എന്താണ് റീസെറ്റ് ഡേറ്റ്? ഈ റീസെറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിബോർ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ സാധാരണയായിട്ട് റീസെറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നെക്സ്റ്റ് ഡേറ്റ് വിൽ ബി ജനറലി 2 days ബിഫോർ ദ സെക്കൻഡ് പേയ്മെന്റ് ഡേറ്റ്. 2 ദിവസം 2 days ബിഫോർ ദ സെക്കൻഡ് പേയ്മെന്റ് ആണ് സാധാരണയായിട്ട് റീസെറ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ദെൻ മെച്യൂരിറ്റി ഡേറ്റ്, ദ ഡേറ്റ് ഓൺ വിച്ച് ദ ക്യാഷ് ഫ്ലോ സ്റ്റോപ്പ് ഇൻ ദ സ്വാപ്പ് കോൺട്രാക്റ്റ് ആണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുക. സോ നമ്മൾ കൗണ്ടർ പാർട്ടീസ് ആരാണെന്ന് പഠിച്ചു, ആൻഡ് ഫെസിലിറ്റേറ്റർ ആരാണെന്ന് പഠിച്ചു. അതിൽ തന്നെ സ്വാപ്പ് ബ്രോക്കറും സ്വാപ്പ് ഡീലറും. സ്വാപ്പ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ആൻ ഇന്റർമീഡിയറി, ഹീസ് ആൻ എക്കണോമിക് ഏജന്റ്, ആൻഡ് ഹീ ആക്ട്സ് ഓൺലി ആസ് എ ഫെസിലിറ്റേറ്റർ. ആൻഡ് സ്വാപ്പ് ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? Swap dealer associate himself with the swap deal. He often becomes an actual party to the transaction. The notional principle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is the underlying amount ആണ്. Then trade date എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is the date on which both the parties in a swap deal enter. Then effective date എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന ഡേറ്റ്, എൻ്റർ ചെയ്യുന്ന ഡേറ്റ് ട്രേഡ് ഡേറ്റ്. എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫക്റ്റീവ് ഡേറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ റീസെറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ്. ദെൻ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുന്ന മെച്യൂർ ആവുന്ന ഡേറ്റിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ദ സ്വാപ്പ് ആണ്. മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഓർ കമ്പനീസ് വിൽ ബി ഏബിൾ ടു ഒബ്റ്റെയിൻ ചീപ്പർ ഫിനാൻസ്. ചീപ്പർ ഫിനാൻസ് ഡയറക്ട്ലി ബോറോ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്? സ്വാപ്പ്. ദെൻ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഓർ കമ്പനീസ് മേ നോട്ട് ബി ഏബിൾ ടു റേസ് ഡെപ്റ്റ് ഡയറക്ട്ലി ഫ്രം ദ മാർക്കറ്റ്. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റേഴ്സിനാണോ ഡയറക്ട്ലി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്റ്റ് ഡയറക്റ്റ് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നത്, അവർക്ക് സ്വാപ്പിലൂടെ ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് കൂടുതലായിട്ടുണ്ട്. അതാണ് അനദർ അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ സ്വാപ്പ് ക്യാൻ ബി യൂസ്ഡ് ആസ് ലോങ് ടേം ഹെഡ്ജ് ഇൻസ്ട്രുമെന്റ്. ലോങ് ടേമിനൽ ആയിട്ടുള്ള ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് സ്വാപ്സ് ആർ വെഹിക്കിൾസ് ഫോർ മീറ്റിംഗ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് MNCs. MNCs ആണ് കൂടുതലായിട്ടും, ബിക്കോസ് മൾട്ടിനാഷണൽ കമ്പനീസ് ആർ വർക്കിംഗ് ഓൾ ഓവർ ദ കൺട്രീസ് അറൌണ്ട് ദ വേൾഡ്. സോ ദേ നീഡ് കൂടുതലായിട്ട് സ്വാപ്പിൻ്റെ ആവശ്യകത അവർക്കാണ് വരുന്നത്. സോ സ്വാപ്പ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ ദ മാർക്കറ്റ് ആർ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻസിലാണ് നമുക്ക് കൂടുതലായിട്ട് സ്വാപ്പിൻ്റെ അഡ്വാൻറ്റേജസ് പറയാൻ പറ്റുന്നത്. ദെൻ യൂസസ് ഓഫ് സ്വാപ്പിൽ വെരി യൂസ്ഫുൾ ഡെറിവേറ്റീവ്സ് ആണ്. ആൻഡ് വെറൈറ്റി ഓഫ് യൂസസ് പലതരത്തിലുള്ള ആളുകൾക്കും സ്വാപ്പിന് പറയുന്നുണ്ട്. പ്രധാനമായിട്ട് അസറ്റ് ലൈബിലിറ്റി മാനേജ്മെന്റ് ആണ് സ്വാപ്പിന്റെ പ്രത്യേകത. ആൻഡ് അവർക്ക് കൺവേർട്ട് ഫ്ലോട്ടിംഗ് റേറ്റ് ടു ഫിക്സഡ് എക്സ്പോഷർ ആണ്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സ്പ്രെഡ്സ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റിലെ ഒരു പ്രത്യേകം തന്നെ സ്പെക്യുലേറ്റീവ് വ്യൂ അവർക്കുണ്ട്. ദെൻ റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സ്വാപ്പിനെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്ക് കുറവാണ്. ചീപ്പർ റേറ്റിനും നമുക്ക് എന്തിൽ ഏർപ്പെടാം? സ്വാപ്പ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ദെൻ ന്യൂ സോഴ്സസ് ഓഫ് ഫണ്ടിങ് ആണ് സ്വാപ്പ് എന്ന് പറഞ്ഞത്. കൂടുതലായിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, അടുത്ത ഒരു മാർക്കറ്റ് പിടിച്ചടക്കിയ ഒരു സ്വാപ്പ് കോൺട്രാക്റ്റുകളുടെ ആണ്, അല്ലെങ്കിൽ ന്യൂ സോഴ്സസ് ഓഫ് ഫണ്ടിങ് ആണ് സ്വാപ്പ് എന്ന് പറയാം. സോ ഇത്രയാണ് യൂസസ് ഓഫ് സ്വാപ്പിൽ. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ടു ബോറോവിങ് കോസ്റ്റിൻ്റെ റിഡക്ഷൻ ആണ് മെയിനായിട്ട് ഇതിൻ്റെ യൂസ് പറയാം. ദെൻ ഫിനാൻഷ്യൽ മാനേജേഴ്സിൻ്റെ യൂസ്ഫുൾനെസ് ആണ് പറയുന്നത്. ബിക്കോസ് ദേ ക്യാൻ കൺവേർട്ട് ദ ഫ്ലോട്ടിംഗ് റേറ്റ് ഡെപ്റ്റ് ടു ഫിക്സഡ് റേറ്റ് ആൻഡ് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ആർബിട്രേജ് ഡെപ്റ്റ് റൈസ് ഡിഫറൻഷ്യൽസ്. ഇതെല്ലാം ഫിനാൻഷ്യൽ മാനേജേഴ്സിൻ്റെ സ്വാപ്പുമായിട്ടുള്ള യൂസായിട്ട് നമുക്ക് പറയാം. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെൻഷൻ മാനേജേഴ്സ്, ഇൻഷുറേഴ്സ്, ഇവർക്കെല്ലാം സ്വാപ്പ് യൂസ് ചെയ്യാം ടു ബാലൻസ് ദ അസറ്റ് ആൻഡ് ലൈബിലിറ്റി പൊസിഷൻസ്.
സോ യൂസസ് ഓഫ് സ്വാപ്പിൽ പ്രധാനമായിട്ട് വരുന്നത് അസറ്റ് ലൈബിലിറ്റി മാനേജ്മെന്റ് ആണ്. ദെൻ കൺവേർട്ടിംഗ് ഫ്ലോട്ടിംഗ് റേറ്റ് ടു ഫിക്സഡ് എക്സ്പോഷർ ആൻഡ് പിന്നെ പറയുന്നത് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. പിന്നെ യൂസസ് ടു ട്രഷറേഴ്സ് ക്യാൻ യൂസ് സ്വാപ്സ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ്, ഒരു ലോങ് ടേം ഹെഡ്ജ് ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ് സ്വാപ്പ് കോൺട്രാക്ട്സ്. ദെൻ ഫിനാൻഷ്യൽ മാനേജേഴ്സിന് ഫ്ലോട്ടിംഗ് റേറ്റ് ഡെപ്റ്റിൽ നിന്ന് ഫിക്സഡ് റേറ്റ് ഡെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്കോപ്പ് വരുന്നുണ്ട്. അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആർബിട്രേജ് ഡെപ്റ്റ് പ്രൈസ് ഡിഫറൻഷ്യൽസും ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ സ്വാപ്പിന് ലഭിക്കുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെൻഷൻ മാനേജേഴ്സ്, ഇൻഷുറേഴ്സിന് അസറ്റ് ആൻഡ് ലൈബിലിറ്റി പൊസിഷൻസ് ബാലൻസ് ചെയ്യാനും ഹയർ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസിനും സാധ്യത കൂടുതലാണ്. സോ ഇത്രയാണ് യൂസസ് ഓഫ് സ്വാപ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് യു വെൽ അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ സ്വാപ്പിന് പ്രധാനം ടൈപ്സ് ഓഫ് സ്വാപ്സ് നമുക്ക് പഠിക്കാം. So in today's class we go through the meaning and definition of the swap. Swap means it's an exchange, and it refers to the exchange a thing in return for another, and it is an agreement between two parties to exchange a series of cash flows over a period in the future, and it is an exchange of one stream of cash flow for another in the future. So it is a fund technique which permits a borrower to assess one market and then exchange the liability for another type of liability. For example, നമ്മൾ പറഞ്ഞത് if a company may be paying fixed rate of interest on loan but they prefer floating rate. At the same time, there is another company, they are paying floating rate but now they prefer fixed rate. So it is sensible for both the companies to enter into a swap agreement. So the swap is an agreement that allows a borrower to exchange his liability with another type of liability. Then advantages of the main advantages are there is no external fragmentation and simple memory management ആണ്. And swapping is very easy and it share common code especially in time sharing environment. Then types of swaps നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ഉണ്ട്, കറൻസി സ്വാപ്പുകളുണ്ട്, കമ്മോഡിറ്റി സ്വാപ്പുകളുണ്ട് ആൻഡ് ഇക്വിറ്റി സ്വാപ്സ് ഉണ്ട്. സോ ഇൻ അവർ നെക്സ്റ്റ് കമ്മിങ് ക്ലാസ് വി വിൽ ഗോ ത്രൂ ദ ടൈപ്സ് ഓഫ് സ്വാപ്സ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, കറൻസി സ്വാപ്പ്, commodity swap and equity swap. Currency swap, that you know, it is an exchange of interest flow in one currency for interest flow in another currency. And interest rate swap, that we know, fixed rate for floating rate of interest. And then commodity swap, in commodity swap നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൈസ് ഓഫ് ദ ഗിവൺ കമ്മോഡിറ്റി ആണ്. Then equity swap അതുപോലെ തന്നെ it is the price variations of the share of the which one party makes a series of payment in return on a stock. And I hope you understand the class. Okay, thank you all. So this is an assignment for you from the topic that we have discussed today. So do one thing, answer this question and note that answer in your notebook and send me the answer through our WhatsApp group. Okay, thank you all once again.